തുടക്കത്തിൽ മിഷേൽ എൻ്റെ അച്ഛനും അമ്മയുടെയും കഥകൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുണ്ടായ അനുഭവം എനിക്കറിയാം. ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പണിഷ്മെന്റ് വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയും അവിടെ ഒരു കാമുകനാണ് എനിക്ക് ക്ലൈമാക്സിലേക്ക് പോകുന്നില്ല, കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമ കണ്ട് തീരുമാനിക്കാനുള്ളൂ. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയുള്ളപ്പോൾ ആ സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ എതിർക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലൂടെ കടക്കാം. പക്ഷെ ഇന്ന് ഈ സിനിമ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട ഒരു സിനിമ, ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്കറിയില്ല. ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ, പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും. ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ. അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അങ്ങനെ ആണെങ്കിലല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോ നമ്മൾ ആരുടെ കഥ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ സിനിമയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം.